ഒട്ടനവധി കലാകാരന്മാർ പിറവികൊണ്ട നാടാണ് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം. OV റാഫേൽ, റാണി റാഫേൽ ദമ്പതികളുടെ മകനായി തിരുവനന്തപുരത്ത് ഒള്ളാട്ടുപുറം കുടുംബത്തിലായിരുന്നു ശ്രീ റോണി റാഫേലിൻ്റെ ജനനം. എറണാകുളം വടക്കൻ പറവൂർ സ്വദേശി OV റാഫേൽ എന്ന OVR ഒരു കാലത്ത് ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ ചിട്ടപ്പെടുത്തുകയും 3000-ലധികം ഗാനങ്ങൾ OVR എന്ന പ്രതിഭയിലൂടെ നാം ശ്രവിക്കുകയും ചെയ്തു. യേശുവേ സർവേശസൂനുവേ വിശ്വപ്രകാശമേ നീ. ശ്രീ റോണി റാഫേലിൻ്റെ മാതാവ് റാണി റാഫേലും ഒട്ടനവധി ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾക്ക് രചന നിർവഹിച്ചിട്ടുണ്ട്. മാതാപിതാക്കളുടെ പാത പിന്തുടർന്നുകൊണ്ട് സംഗീതരംഗത്ത് ഇന്നും സജീവമാണ് ശ്രീ റോണി റാഫേൽ. നിരവധി ഭക്തിഗാനങ്ങൾക്കും പരസ്യചിത്രങ്ങൾക്കും ചലച്ചിത്രങ്ങൾക്കും സംഗീതമൊരുക്കിയ ശ്രീ റോണി റാഫേലിൻ്റെ അനുഭവങ്ങളും പ്രാർത്ഥനയും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് ട്രൂ സ്റ്റോറിയിലൂടെ. സീരിയലുകൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പല ചാനലിൻ്റെയും ലോഗോസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടായി. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിൻ്റെ ലോഗോ മ്യൂസിക് എൻ്റെതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ദൂരദർശൻ്റെതുണ്ട്, കൈരളി ന്യൂസ് ചാനലിൻ്റെ മ്യൂസിക് എൻ്റെതാണ്. അങ്ങനെ പല ചാനലിൻ്റെയും ലോഗോസ് എൻ്റെതാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ കുറേ വർക്കുകൾ, സീരിയൽസും അതിൻ്റെ അശ്വമേധം പോലെയുള്ള പ്രോഗ്രാംസിൻ്റെ മ്യൂസിക് എൻ്റെതായിരുന്നു. അങ്ങനെ ആഡ് ഫിലിംസ് പറയുകയാണെങ്കിൽ ജോസ് ആലിക്കാസ്, ജോൺ സ്കുഡ, ചുങ്കത്ത് പ്രിൻസ് ജ്വല്ലറി, അങ്ങനെ ഒത്തിരി ആഡ് ഫിലിംസ്, എനിക്ക് തോന്നുന്നു 100-ൽ പരം ആഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ടാവാം. അതിന് കൂടുതലുണ്ട്. എനിക്ക് അതിൻ്റെ ഒരു കൃത്യം എണ്ണം എൻ്റെ കയ്യിലില്ല. ഓർമ്മയുള്ളതൊക്കെയാണ് ഞാനീ പറയുന്നത്. അങ്ങനെ സീരിയൽസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അഖിലേഷ് എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറുണ്ട്. അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ആദ്യത്തെ ഫിലിമാണ് തെന്നാലി രാമൻ. ആ സിനിമ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനായിട്ടൊരു അവസരം കിട്ടി. അത് പക്ഷേ എനിക്ക് അന്ന് വരെ ഇൻഡിപെൻഡൻ്റായിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്, സിനിമ പല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെയും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കതുകൊണ്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ചെന്നൈയിൽ നിന്നുള്ള അസിസ്റ്റൻസിനെയൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം. അങ്ങനെ ചെന്നൈയിൽ നിന്ന് നമ്മൾ അന്ന് ചിട്ടിയണ്ണൻ എന്ന് പറയും, രാജാമണി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ. അപ്പോൾ അദ്ദേഹമൊക്കെ വന്ന് എന്നെ ആ സിനിമ എനിക്ക് വേണ്ടി വർക്ക് ചെയ്ത് തന്നു. പക്ഷേ അത് എനിക്ക് പ്രോപ്പറായിട്ട് എൻ്റെ മ്യൂസിക്കാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ട് അത് ചെയ്യുന്നത്. അതിനുശേഷം 2004 ഞാൻ എൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഫസ്റ്റ് ഫിലിം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ്, കല്യാണക്കുറുമാനം. അത് ഈ ജഗബുക എന്ന് പറയുന്ന സീരിയൽ ചെയ്ത് അവിടുത്തെ ആ ബന്ധം വെച്ചിട്ടാണ് അതിൻ്റെ ഡയറക്ടർ എന്നെ അത് ജഗബുകയുടെ ഡയറക്ടറല്ല, ഉദയൻ ചേട്ടൻ ഇങ്ങനെ എന്നെ ഒരു സിനിമ ചെയ്യാൻ വിളിക്കുന്നതും. എൻ്റെ പ്രൊഡ്യൂസർ കുമാരേട്ടൻ ലണ്ടനിലുള്ളതാണ്. അതെനിക്കൊരു അതിലെ പടം വലിയ രീതിയിലൊന്നും ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും അതിലൊരു ഭാഗ്യം കിട്ടിയത്, അതിൽ 8 പാട്ടുകളുണ്ടായിരുന്നു. 8 പാട്ടുകളും ദാസാർ ഉൾപ്പെടെ, ദാസാർ, ശ്രീമാരേട്ടൻ, ജയചന്ദ്രൻ മാഷ്, പിന്നെ മധു ബാലകൃഷ്ണൻ പാടിയിട്ടുണ്ട്, ബിജു നാരായൺ, എല്ലാവരും, റിമി ടോമിയുണ്ട്, വിധു ഉണ്ട്, സുജാ ചേച്ചിയുണ്ട്, ചിത്ര ചേച്ചിയുണ്ട്. അങ്ങനെ ഒരു പറ്റം പാട്ടുകാരെ അതിലെനിക്ക് പാടിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. 4 ലിറിക്സ് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു ആ പടത്തിൽ. അപ്പം അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അത്രയും വലിയ ടീമിനെയൊക്കെ പഠിക്കാനും എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷേ ആ പടം നല്ല രീതിയിലൊന്നും ശ്രദ്ധിച്ചില്ല. പിന്നെയും എൻ്റെ ബാക്കി മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെയുള്ള ഞാൻ കീബോർഡ് വായിക്കുന്ന അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് 2010 കോളേജ് ഡേയ്സ് എന്ന് പറയുന്ന ഒരു സിനിമ എനിക്ക് വരികയാണ്. അതിൻ്റെ ഡയറക്ടർ കൃഷ്ണകുമാർ. അപ്പോൾ ഈ കൃഷ്ണകുമാറുണ്ട് അതിന് മുമ്പുള്ള സീരിയൽ രക്തരക്ഷസ് എന്ന് പറഞ്ഞിട്ട് സൂര്യ ടി വിയിൽ, അത് ഞാനാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇതിലാണ് അദ്ദേഹം ആദ്യമായിട്ട് സിനിമ ചെയ്യുന്ന സമയത്ത് എന്നെ വിളിക്കുകയുണ്ടായി.
അതാണ് എൻ്റെ ഒരു കരിയർ ബ്രേക്ക് എന്ന് പറയാം. കാരണം കല്യാണക്കുർബാനം ചെയ്ത് പിന്നെ 6-7 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നത്. അതുവരെ വേറെ സിനിമ ചെയ്തിരുന്നില്ല. ഈ സിനിമയിലെ പാട്ട് വെണ്ണിലാവിൻ ചിറകിലേറി വളരെ പോപ്പുലറായിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ FMസിലൊക്കെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നതാണ്. എവിടെയും ഇപ്പോഴും ആ പാട്ടിന് ഒരുപാട് ഫാൻസുണ്ട്. പലരും എന്നെ വിളിച്ച് അത് പാടി കേൾപ്പിക്കാറുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ ഈ കോളേജ് ഡേയ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ കന്നഡയിലും ഒരു സിനിമ ചെയ്തു, ഗണ്ണെന്ന് പറഞ്ഞിട്ട്. ഗണ്ണ് ചെയ്യാൻ കാരണം അതിൻ്റെ ഗണ്ണിന് മുമ്പൊരു കന്നഡ പടം, ഞാനപ്പോൾ മലയാളത്തിൽ മാത്രമല്ല കന്നഡയിലുമൊക്കെ ഞാൻ ഈ കീബോർഡിസ്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു. കലാകാർ എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട് ഗിരിധർ ദിവാൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറായിരുന്നു. അതിൻ്റെ ഹീറോ ഹരീഷ് രാജ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തൊരു ഫിലിമാണ്. അദ്ദേഹം തന്നെയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ പടത്തിന് ഞാൻ കീബോർഡിസ്റ്റായിട്ട് പോയതാണ്. പക്ഷേ എൻ്റെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഹരീഷ് രാജ് പറഞ്ഞു, ഞാൻ അടുത്ത പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സിനിമയിൽ ഞാൻ റോണീനെ മ്യൂസിക് ചെയ്യാൻ വിളിക്കും എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ അത് അങ്ങനെ ഒരു സിനിമാക്കാരാണ്, നമുക്ക് പുള്ളി ചിലപ്പോൾ ഒരു ഇതുകൊണ്ട് പറഞ്ഞതായിരിക്കാം എന്നൊക്കെ വിചാരിച്ചങ്ങ് വിട്ടു. പുള്ളി എക്സാക്ട്ലി 1 വർഷം കഴിഞ്ഞതിന് ശേഷം എന്നെ അദ്ദേഹം വിളിച്ചു, ഞാൻ അടുത്ത പടം ചെയ്യാൻ പോവുകയാണ്, റോണിയാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞു. വളരെ കാരണം ഞാൻ അങ്ങനെ അതുവരെ നമ്മൾ സിനിമാക്കാരെ ആരെയും കുറ്റം പറയുകയല്ല, ഞാനും സിനിമാക്കാരനാണ്. എന്നാലും പലപ്പോഴും ഇങ്ങനെയുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും നമുക്ക് ചിലപ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് പല കാരണങ്ങളാണ്, ആരെയും കുറ്റം പറയാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ പോലും ഇദ്ദേഹം എന്നെ കൃത്യമായിട്ട് എന്നെ വിളിച്ചു. ഞാൻ പാട്ടുകൾ കമ്പോസ് ചെയ്തു. ഇതിൽ ഈ കോളേജ് ഡേയ്സും ഇതും തമ്മിലുള്ളൊരു സംഭവം രണ്ടും ഏകദേശം ഒരേ സമയത്തായിരുന്നു എൻ്റെ കമ്പോസിങ് ഒക്കെ. അപ്പോൾ ഈ വെണ്ണിലാവിൻ ചിറകിലേറി കോളേജ് ഡേയ്സിന് വേണ്ടി ചെയ്തതാണെങ്കിലും ആ സെയിം സിറ്റുവേഷനിൽ ഞാൻ 3 ട്യൂൺ ചെയ്തിരുന്നു. അതിൽ വെണ്ണിലാവിനാണ് കോളേജ് ഡേയ്സിൽ സെലക്ട് ചെയ്തത്. ഇതിലെ മറ്റ് ചെയ്ത ട്യൂൺ ഞാൻ കന്നഡയ്ക്ക് അവരെ കേൾപ്പിക്കുകയുണ്ടായി. അതിലൊരു ട്യൂൺ അവർ സെലക്ട് ചെയ്തു. അതിലും കന്നഡയിലും ഏകദേശം 5 പാട്ടുകളുണ്ടായിരുന്നു. കന്നഡയിൽ ആ പാട്ട് ഭയങ്കരമായിട്ട് പോപ്പുലർ ആവുകയും എനിക്ക് റേഡിയോ മിർച്ചിയുടെ അപ്കമിങ് മ്യൂസിക് കമ്പോസർ ഓഫ് ദി ഇയർ, ബിഗ് FM അവാർഡ്സ്, അങ്ങനെയുള്ള അവാർഡുകളൊക്കെ എനിക്ക് ആ പാട്ടിന് ലഭിക്കുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ അത് കോളേജ് ഡേയ്സിന് വേണ്ടി ചെയ്ത പാട്ടാണ്. പക്ഷേ എനിക്ക് കന്നഡയിൽ ചെന്നപ്പോഴാണ് ആ പാട്ടിനൊക്കെ അവാർഡ് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുണ്ടായി. ഈ കോളേജ് ഡേയ്സിന് ശേഷം പിന്നെ ഞാൻ സിനിമയിലേക്ക് എനിക്ക് പിന്നെ അവസരങ്ങൾ പിന്നെ കിട്ടിത്തുടങ്ങി. പതുക്കെ ഓരോ പടങ്ങളും എനിക്കിങ്ങനെ വരാൻ തുടങ്ങി. ആ സമയത്ത് ഇങ്ങനെ പല ഡയറക്ടേഴ്സിൻ്റെയും കൂടെ ഞാൻ ആഗ്രഹിച്ചിരുന്നു, വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ പ്രിയൻ സാർ ഉൾപ്പെടെയുള്ള, ഷാജി കൈലാസ് സാർ ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ ഒരു അവസരം, എന്തെങ്കിലും ഒരു ചാൻസ് ലഭിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ അതൊക്കെ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. സിംഹാസനം എന്ന് പറയുന്ന സിനിമ ഷാജി കൈലാസ് സാറിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അതിന് അദ്ദേഹത്തിൻ്റെ അതിലും 3-4 പാട്ടുകളുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ശ്രീകുമാരേട്ടനായിട്ടുള്ള ഈ പരിചയമാണ് പ്രിയൻ സാറിലേക്ക് എത്തിക്കുന്നത്. കാഞ്ചീവരം എന്ന് പറയുന്ന തമിഴ് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രിയൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നത്, ചെന്നൈയിൽ വെച്ച്. അതിൻ്റെ പാട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ശ്രീകുമാരേട്ടനാണ്, ഞാനാണ് അതിനെ അസിസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് അറബി ഒട്ടകം മാധവൻ നായർ സിനിമ, പിന്നെ അതിനുശേഷം ഒരു സിനിമയും കൂടെ ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് 1-2 ആഡ് ഫിലിംസ് പ്രിയൻ സാറിൻ്റെയൊക്കെ ഞാൻ ചെയ്തായിരുന്നു. അങ്ങനെയാണ് ഒപ്പം എന്ന് പറയുന്ന സിനിമയിലേക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനായിട്ട് എന്നെ വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് വേറൊരു മ്യൂസിക് ഡയറക്ടർ തമിഴിലുള്ളത് ചെയ്തു തുടങ്ങിയതാണ്. പക്ഷേ എന്തൊരു സിങ്ക് പ്രശ്നത്തിൽ അദ്ദേഹം ലാസ്റ്റ് മിനിറ്റ് നമ്മുടെ രാധാകൃഷ്ണൻ, MG രാധാകൃഷ്ണൻ സാറിൻ്റെ മകനാണ്, എൻ്റെ വളരെ അടുത്ത വെൽവിഷറാണ്, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 സൗണ്ട് എഞ്ചിനീയറാണ്. അദ്ദേഹം ത്രൂ ആണ് എന്നെ പ്രിയൻ സാറ് വിളിക്കുന്നത്. അങ്ങനെ ഒപ്പത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നു. ഒപ്പത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് അത് വളരെ ലിമിറ്റഡ് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഒരു 10 ദിവസം കൊണ്ടാണ് ആ പടത്തിൻ്റെ RR എനിക്ക് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അത് നമ്മൾ രാത്രിയൊക്കെ ഒറ്റയ്ക്കിരുന്നാണ് അത് വർക്ക് ചെയ്തത്. ചെന്നൈയിലിരുന്ന് വർക്ക് ചെയ്തു.
അന്ന് റീ റെക്കോർഡിങ് തീർന്നു കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് പ്രിയൻ സാറ് പറഞ്ഞു, എൻ്റെ അടുത്ത 2 പടം റോണി ആയിരിക്കും മ്യൂസിക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം അതിനുശേഷം ചെയ്ത നിമിർ എന്ന് പറയുന്ന തമിഴ് പടം, ഉദയനിധി സ്റ്റാലിൻ ഹീറോ ആയിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ മഹേഷിൻ്റെ പ്രതികാരത്തിൻ്റെ തമിഴായിരുന്നു. അത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനായിട്ട് എന്നെ വിളിച്ചു. അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഹിന്ദി സിനിമ അനാമിക എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി ഫിലിം സിയിൽ വന്ന ഫിലിമാണ്. എന്നെ വീണ്ടും വിളിച്ചു. അങ്ങനെ ആ സിനിമയുടെ വർക്ക് റീ റെക്കോർഡിങ് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ്, ആ സിനിമയിൽ സോങ്സ് ഒന്നുമില്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് മരക്കാർ എന്നുള്ളൊരു സിനിമയുടെ ചർച്ചകൾ അവിടെ നടക്കുന്നതും പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു പടമാണ്, അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആരായിരിക്കുമെന്ന് അറിയാനുള്ള ആഗ്രഹം എനിക്കും ഉണ്ടായി. ഞാൻ വളരെ വലിയ പേരുകളായിരിക്കും, റഹ്മാൻ സാറോ രാജ സാറോ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എനിക്ക് അവിടെ വെച്ചറിയാൻ കഴിഞ്ഞത് അദ്ദേഹം അങ്ങനെയല്ല, പല പുതുമുകളെയും നോക്കുന്നുണ്ട്, പുതുമുഖങ്ങളും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ അദ്ദേഹം ട്രൈ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഈ സിനിമയുടെയൊക്കെ പ്രിയൻ സാറിൻ്റെ എഡിറ്ററായ അയ്യപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടനൊന്ന് അതേ സാറായിട്ടൊന്ന് സംസാരിച്ച് നോക്കും, ചിലപ്പോൾ ഒരു പാട്ട് ചെയ്യാനുള്ളൊരു അവസരം ചേട്ടന് കിട്ടിയാലോ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ എനിക്ക് ചോദിക്കാനൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ഞാൻ പ്രിയൻ സാറിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു പാട്ട് ചെയ്യാൻ എനിക്കൊരു അവസരം തരണേ എന്ന് ഞാൻ നിമിർ എന്ന് പറഞ്ഞ സിനിമ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ സൂചിപ്പിച്ചെങ്കിലും അപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും ചോദിച്ചാൽ ഈ അവസരം എനിക്ക് നഷ്ടപ്പെടുമോ എന്നോ അങ്ങനെയൊക്കെയുള്ളൊരു ഭയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കാൻ പോയില്ല. ഈ സിനിമ ഹിന്ദി സിനിമയുടെ റീ റെക്കോർഡ് ചെയ്തതിൻ്റെ ലാസ്റ്റ് ഇപ്പോൾ നാളെ തീരുകയാണ്. അപ്പോൾ എൻ്റെ തലേ ദിവസം എൻ്റെ അടുത്ത് രാത്രി ഏകദേശം ഒരു 10:30 മണിയായപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു, നീ സിസ്റ്റമൊക്കെ ഓഫ് ചെയ്തോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓഫ് ചെയ്തില്ല, ഞാൻ അങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞു. അപ്പം സാറിൻ്റെ സ്റ്റുഡിയോയിൽ 4 ഫ്രെയിം സ്റ്റുഡിയോയിൽ ഇരുന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വീടും സ്റ്റുഡിയോയും തമ്മിൽ അടുത്തടുത്ത ബിൽഡിങ്ങാണ്. അപ്പം വീട്ടിൽ നിന്ന് തന്നെ സാറിന് സ്റ്റുഡിയോയിലേക്ക് വരാൻ പറ്റും. അപ്പോൾ അദ്ദേഹം അതിൻ്റെ എഡിറ്റിംഗ് റൂമിലിരുന്നാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം രാത്രി വന്നു. ഞാൻ ആ ഹിന്ദി സിനിമയുടെ ഞാൻ ചെയ്ത പോർഷൻസ് അദ്ദേഹം ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. കേട്ട് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ തീരത്തില്ലേന്ന് ചോദിച്ചു. പിന്നെ നാളെ കൊണ്ട് തീരും സാർ, വർക്ക് തീരും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മരക്കാറിൽ 2 പാട്ട് നീ കമ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. ആ നിമിഷം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നല്ല രീതിയിൽ. ഞാനത് എനിക്ക് പെട്ടെന്ന് ഒരു നിമിഷം ബ്ലാങ്കായിപ്പോയി. ഞാൻ എന്ത് പറയണം എന്താണെന്ന് അറിഞ്ഞൂടാ. ഞാൻ എന്നിട്ട് വീണ്ടും ചോദിച്ചു, സാർ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല മരക്കാറിൽ നീ 2 പാട്ട് നീ കമ്പോസ് ചെയ്യ്, എന്തായാലും എക്യുപ്മെൻ്റ് എല്ലാം ഉണ്ടല്ലോ ഇവിടെ നമുക്ക് കമ്പോസിങ്ങിന് ഇരിക്കാം, നാളെ കൊണ്ട് തീർത്തിട്ട് നമുക്ക് കമ്പോസിങ്ങിന് ഇരിക്കാം. അന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ അപ്പം തന്നെ വീട്ടിൽ വിളിച്ചു, ഫ്രണ്ട്സിനെ വിളിച്ചു പറയുന്നു, വീട്ടിലെ വൈഫിനെ വിളിക്കുന്നു, ഡാഡിയെ വിളിച്ച് പറയുന്നു. കാരണം എന്നാലും എനിക്കൊരു പേടിയുണ്ട്, ഇനി നാളെ കമ്പോസ് ചെയ്ത് ഓക്കെ ആയില്ലെങ്കിൽ അത് മാറ്റൂ. പക്ഷേ എൻ്റെ അടുത്ത് തന്നെ വലിയ കാര്യമാണ്. എന്നാലും അങ്ങനെ ഭയങ്കര ഒരു സന്തോഷമുള്ള മൂഡായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം അതിൻ്റെ പാട്ടുകൾ കമ്പോസിങ് ഒക്കെ തുടങ്ങുന്നു. ആദ്യത്തെ കുഞ്ഞു കുഞ്ഞാലി എന്ന് പറഞ്ഞൊരു താരാട്ട് പാട്ടാണ് ഞാൻ കമ്പോസ് ചെയ്യുന്നത്. അത് പ്രിയൻ സാറ് തന്നെയാണ് കുഞ്ഞു കുഞ്ഞാലി എന്നുള്ള വാക്ക് വെച്ച് തുടങ്ങണം എന്ന് പറയുന്നത്. വൈകുന്നേരമാണ് കമ്പോസ് ചെയ്യുന്നത്. പെട്ടെന്നുണ്ടായ പാട്ടാണത്. അങ്ങനെ ആദ്യത്തെ പാട്ട് ചെയ്തു. അതിൻ്റെ രണ്ടാമത്തെ ദിവസം ആദ്യത്തെ പാട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ തന്നു ഒരു പല്ലവി കമ്പോസ് ചെയ്ത്. ഞാനിങ്ങനെ കീബോർഡ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ തൊഴിൽ തട്ടി ആ ട്യൂൺ കൊള്ളാം, അതൊന്ന് ഇമ്പ്രവൈസ് ചെയ്യാൻ പറഞ്ഞു. ഞാനത് ഇമ്പ്രവൈസ് ചെയ്ത് പാടി കേൾപ്പിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് നന്നായിട്ടുണ്ട്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, അപ്പോൾ ഇതിൻ്റെ അനുപല്ലവിയും കൂടെ ഒന്ന് ചെയ്ത് വയ്ക്കാൻ പറഞ്ഞു. അദ്ദേഹം കുളിച്ചിട്ട് വന്നപ്പോഴേക്കും അനുപല്ലവിയും കൂടെ ഞാൻ പാടി കേൾപ്പിച്ച ഉടനെ എനിക്ക് കൈ തന്നിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ സിനിമയിലെ ആദ്യത്തെ പാട്ട്, അതാണ്
അതൊരു നിമിഷം, ഭയങ്കര നിമിഷമായിരുന്നു. അപ്പം തന്നെ സാറ് രാധാകൃഷ്ണനെയും നമ്മുടെ ഐ വി ശശി സാറിൻ്റെ മകൻ അനിയാണ് അതിൻ്റെ കൂടെയുള്ള സ്ക്രിപ്റ്റ് റൈറ്റർ, അനീനെയും വിളിച്ച് ഉടനെ വന്ന് പാട്ട് കേൾക്കാൻ പറയുന്നു. അങ്ങനെ സാറ് അവിടെ ഉള്ളവരൊക്കെ പെട്ടെന്ന് ഇതാണ് നമ്മുടെ പടത്തിലെ ഫസ്റ്റ് പാട്ടെന്ന് പറഞ്ഞ് ഈ പാട്ട് കേൾപ്പിക്കുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ അടുത്ത പാട്ട് ചെയ്യുന്നത് ഇളവെയിൽ എന്ന് പറഞ്ഞ സോങ്ങാണ്. ശ്രീമാറേട്ടനും ശ്രേയ ഘോഷലും കൂടെ പാടിയത്. അതാണ് രണ്ടാമത് കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ 2 പാട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ ഈ 2 പാട്ട് കമ്പോസിങ് കഴിഞ്ഞ് ഞാൻ ചെന്നൈയിൽ നിന്ന് തിരിച്ചു വന്നു. പിന്നെ ആ ഹിന്ദി പടത്തിൻ്റെ ലൈവ് റെക്കോർഡിങ്ങും കാര്യങ്ങളുമായിട്ട് പോയി. അതല്ലാതെ ഇതിൻ്റെയും ഓർക്കസ്ട്രേഷനും ലിറിക്സ് ഇളവയിൽ എഴുതിയത് പ്രഭാവർമ്മ സാറും, മറ്റേ പാട്ട് കുഞ്ഞു കുഞ്ഞാലി ഹരിനാരായണനുമാണ് എഴുതിയത്. അപ്പോൾ അതിൻ്റെ ലിറിക്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്താണ് പിന്നെയും എന്നെ പ്രിയൻ സാർ വിളിച്ച് പറഞ്ഞു, അടുത്ത പാട്ടിൻ്റെ സിറ്റുവേഷൻ തന്നു. അത് പ്രണവും കല്യാണിയും തമ്മിൽ അഭിനയിച്ച ആ ഒരു ലവ് സോങ് ആണ്. അത് ഞാൻ ഈ വീട്ടിൽ ഇവിടെ ഇരുന്ന് കമ്പോസ് ചെയ്ത പാട്ടാണ്. ഈ സ്റ്റുഡിയോയിലിരുന്ന് രാത്രി ഒരു ദിവസം 1 മണി 2 ആ ടൈമിനാണ് അത് കമ്പോസ് ചെയ്യുന്നത്. അത് ഇതുപോലെ ഞാൻ അടുത്ത ദിവസം രാവിലെ സാറിന് വാട്സപ്പിൽ അയച്ചു കൊടുക്കുകയും പെട്ടെന്ന് തന്നെ ആ ട്യൂൺ ഓക്കെ ആണെന്ന് പറയുകയും അങ്ങനെയാണ് ആ പാട്ടുണ്ടായത്. അതിൽ പിന്നെ കുറച്ച് സൂഫിയൊക്കെ നമ്മൾ പിന്നെ രണ്ടാമത് ആഡ് ചെയ്തതാണ്. സിറ്റുവേഷൻ അനുസരിച്ച് കുറച്ച് സൂഫി വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് ആഡ് ചെയ്ത് പോയതാണ്. അത് കഴിഞ്ഞ് അടുത്ത പാട്ട് ഞാൻ ഹൈദരാബാദിൽ ലൊക്കേഷനിലിരുന്ന് കമ്പോസ് ചെയ്യുന്നൊരു സോങ്ങാണ്, നീ ഏൻ തായേ എന്ന് പറഞ്ഞിട്ട്. അത് എൻ്റെ അടുത്ത് അവിടെ ചെല്ലാൻ പറഞ്ഞു. അവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്, അവിടെ ഇരുന്ന് കമ്പോസ് ചെയ്തതാണ്. ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണിലെൻ്റെ എന്ന് പറഞ്ഞിട്ട് ഈ പ്രണവും കല്യാണിയുള്ള പാട്ടിൻ്റെ ഷൂട്ട് അന്ന് നടക്കുക. അന്നേ ദിവസമാണ് ഞാൻ അവിടെ ചെല്ലുന്നതും അവിടെ പിന്നെ സാറ് ഈ 4ാമത്തെ സിറ്റുവേഷൻ പറയുന്നതും അങ്ങനെ കമ്പോസ് ചെയ്തൊരു പാട്ടാണ്. അത് കഴിഞ്ഞ് ഇനിയൊരു ചെറിയ ബിറ്റ് സോങ് കൂടെ ഉണ്ട്. അത് പ്രിയദർശൻ സാറ് തന്നെ എഴുതിയതാണ്. അത് കമ്പോസ് ചെയ്യുന്നതും ഇവിടെ വെച്ചിട്ടാണ്. അങ്ങനെയാണ് ഈ മരക്കാറിലേക്ക് എത്തിപ്പെടുന്നതും അതിൻ്റെ കഥകളൊക്കെ. അതിനുശേഷം വീണ്ടും ഞാൻ പ്രിയ സാറായിട്ട് ഒരു പടവും കൂടെ ചെയ്തു, ഹംഗാമ 2 എന്ന് പറയുന്ന ഹിന്ദി പടം. അതും ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണ്. പ്രിയാൻ സാറിൻ്റെ കൂടെ അടുപ്പിച്ച് ഇത്രയും സിനിമകൾ ചെയ്യാൻ പറ്റുക. ഇപ്പോഴും ഒരു പുതിയ പടത്തിന് വേണ്ടിയിട്ടൊരു പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. ആ ട്യൂൺ അങ്ങനെ വെച്ചേക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ഉടനെ ആവശ്യം വരും, നിന്നെ വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആഡ് ഫിലിംസൊക്കെ ചെയ്തു, ലോയിഡ്, പോളി ക്യാബ് കേബിൾസ്, അങ്ങനെയൊക്കെ കുറേ ആഡ് ഫിലിംസൊക്കെ അദ്ദേഹത്തിൻ്റെ ഞാൻ ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ഇന്നും ഇതേപോലെയുള്ള വർക്കുകൾ പല വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെയും, എല്ലാവരും വലിയ ഡയറക്ടേഴ്സ് തന്നെയാണ്, ആരെയും താത്തി കിട്ടുന്നതല്ല. എന്നാലും ഞാൻ ഒരുപാട് ഫെയിമായിട്ടുള്ള ആൾക്കാർ അത് പറയുന്നുണ്ട്, അങ്ങനെ പറയുന്നതേ ഉള്ളൂ. പലവരുടെ കൂടെയും നല്ല പടങ്ങൾ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യവും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ദ്രൻസ് ചേട്ടന് അവാർഡ് കിട്ടിയ ആളൊരുക്കം എന്ന് പറയുന്ന സിനിമ ഞാൻ ചെയ്തതാണ്, അഭിലാഷ് എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ. അത് വളരെ നല്ല പടമാണ്. അതുപോലെയുള്ള ഒരുപാട് സിനിമകൾ എനിക്ക്, അങ്ങനെയുള്ള സിനിമകളും മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമ ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. സംഗീതത്തിന് കൂടുതൽ പ്രാധാന്യമുള്ളതാകുമ്പോൾ നമുക്കും എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെയുള്ള സിനിമകൾ എന്നെ തേടി വരുന്നുണ്ട് എന്നുള്ളൊരു വലിയ ഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ്. അത് ഞാൻ ഏറ്റവും കൂടുതൽ നന്നാക്കി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്ത് വർക്ക് ചെയ്താലും പ്രാർത്ഥിച്ചിട്ടേ തുടങ്ങാറുള്ളൂ. ആ പ്രാർത്ഥനയുടെ ഫലം എനിക്ക് ഭയങ്കരമായിട്ട് എന്നിൽ അതിൻ്റെ നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം, ഒരു സിറ്റുവേഷൻ പറയുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീൻ കാണുമ്പോഴോ നമ്മൾ ഫുൾ ബ്ലാങ്ക് ആയിരിക്കും. പക്ഷേ അത് ചെയ്തു വരുമ്പോൾ അല്ലെങ്കിൽ ആ ട്യൂൺ മനസ്സിലേക്ക് ഇത് എങ്ങനെ വരുന്നു എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അവിടെയൊക്കെയാണ് ഒരു ദൈവം, ഈശ്വരൻ ഉണ്ട്, ആ ഒരു അനുഗ്രഹം നമുക്കുണ്ടെന്ന് മനസ്സിലാവുന്നത്. കാരണം നമ്മൾ ഒന്നും ഇന്ന രാഗത്തിൽ ചെയ്ത് കളയാം, ഇന്ന ഇതിൽ ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഇന്ന സ്കെയിലിൽ പോവാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒന്നും പ്രീ പ്ലാൻഡായിട്ട് ചെയ്യുന്നതല്ല. പക്ഷേ ആ ഒരു ശക്തി, ആ ഒരു അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ട്. അത് ഞാൻ എല്ലാത്തിലും കൂടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഒരുപാട് പ്രാവശ്യം എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതാണ് എല്ലാ കാര്യത്തിലും. അപ്പോൾ എല്ലാത്തിനും ഞാൻ ഈശ്വരനോട് തന്നെയാണ് നന്ദി പറയുന്നത്.
നല്ലൊരു ഫാമിലി അതിൻ്റെ കൂട്ടത്തിൽ അത് എടുത്തു പറയേണ്ടതാണ്. വൈഫിൻ്റെ പേര് പ്രിറ്റി എന്നാണ്, പ്രിറ്റി എൽസി ബെർലിൻ. ഹൗസ് വൈഫ് തന്നെയാണ്. ഇപ്പോൾ ഒരു ഓൺലൈൻ മോസം എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ ബിസിനസ് നടത്തുന്നുണ്ട് ഡ്രസ് മെറ്റീരിയൽസിൻ്റെ. കൂടാതെ കലാകാരി കൂടെയാണ്. അത്യാവശ്യം ക്ലാസിക്കൽ ഡാൻസ് ചെയ്യും. ഇപ്പോൾ പക്ഷേ നേരത്തെ പഠിപ്പിച്ചിരുന്നു, ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ ഓൺലൈൻ ബിസിനസ്സിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. 2 മക്കളുണ്ട്. മൂത്താളുടെ പേര് റോൺ എന്നാണ്, ഡിഗ്രിക്ക് പഠിക്കുന്നു, സെക്കൻഡ് ഇയർ. വിഷ്വൽ എഫക്ട്സ് ആനിമേഷനാണ് പഠിക്കുന്നത്. അവൻ മ്യൂസിക്കും ഒക്കെ ആയിട്ട് ഇത്തിരി താല്പര്യമുള്ളതാണ്. അത്യാവശ്യം പാടും, കീബോർഡ്, ഗിറ്റാർ, ഡ്രംസ് അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻസൊക്കെ ചെറുതായിട്ട് വായിക്കും. പിന്നെ ഒരു സിനിമയിൽ അഭിനയിച്ചു. രണ്ടാമത്തെ ഒരു സിനിമയിൽ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നു. അതൊക്കെയാണ് അവൻ്റെ ഇൻട്രസ്റ്റ്. രണ്ടാമത്തെ ആളുടെ പേര് റയാൻ എന്നാണ്. റയാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ പഠിച്ച അതേ സ്കൂളിൽ, ക്രൈസ്റ്റ്. മൂത്താളും അവിടെ തന്നെയാണ് പഠിച്ചത്. റയാൻ മ്യൂസിക്കൊക്കെ ഭയങ്കര താല്പര്യമാണ്. അവൻ എല്ലാ തരത്തിലുള്ള പാട്ടുകളും കേൾക്കും, ഭയങ്കര അപ്ഡേറ്റഡ് ആണ് അവൻ. പക്ഷെ പാടാനൊന്നും അവന് വലിയ താല്പര്യമില്ല. ഡാൻസൊക്കെയാണ് ആളുടെ ഇഷ്ടം. പക്ഷേ പാട്ടുകൾ, ഇപ്പോൾ ഞാൻ കമ്പോസ് ചെയ്യുന്ന പാട്ടുകൾ പണ്ടൊക്കെ ഞാൻ ആദ്യം കേൾപ്പിക്കുന്ന എൻ്റെ മമ്മീനെ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇപ്പോൾ വൈഫാണ് ആദ്യം കേൾക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ പിള്ളേരും ഉണ്ടാവും. ഇപ്പോൾ ഇവരാണല്ലോ ഏറ്റവും കൂടുതൽ ഈ മീഡിയയിലൊക്കെ, സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ഡേറ്റ് ആയിട്ട് നിൽക്കുന്നതായതുകൊണ്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ട് വൈഫ് പറഞ്ഞാലും അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പിള്ളേർ ഇപ്പോൾ പറഞ്ഞു തുടങ്ങി. അങ്ങനെയല്ല, ഇതിങ്ങനെ വേണം, ഇങ്ങനെയുള്ള ആഡ് ഓൺസ് വന്നാൽ നന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇവർക്കൊക്കെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം, ഈ കൊച്ചു പിള്ളേർക്ക് ഇഷ്ടമുള്ള കുറേ പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് പലവർക്കും ഞാനാണ് ചെയ്തതെന്ന് പലവർക്കും അറിയില്ല. അതായത് പൂപ്പി, കാത്തു, മഞ്ചാടി പോലെയുള്ള മായാവി അതുപോലെയുള്ള സീരീസിലെ ഒരുപാട് പാട്ടുകൾ എൻ്റേതാണ്. പൂപ്പി പൂപ്പി ബബു, കാത്തുവിൻ്റെ തന്നെ ആര് പറഞ്ഞു മ്യാവൂ, അങ്ങനെ ഒച്ചയുണ്ടാക്കാതെ, മുട്ടോളം കയറിയല്ലോ, ചോണനുറുമ്പ്, പഞ്ചാര കുഞ്ചു, കുഞ്ചിയമ്മയ്ക്ക് 5 മക്കളാണ്. അപ്പോൾ ഇതൊക്കെ സ്ഥിരം എപ്പോഴും കേൾക്കാം. പലപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ വളരെ വലിയ അനുഭവം തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ പിള്ളേർ കരയുമ്പോൾ അമ്മമാർ ഇട്ട് കൊടുക്കും. തൊട്ടടുത്തൊക്കെ ഞാൻ ചിലപ്പോൾ ഇരിപ്പുണ്ടാവും, പക്ഷേ അവർക്ക് ആർക്കും അറിയില്ല ഞാൻ ചെയ്ത പാട്ടാണെന്ന്. അതിനും കാരണമുണ്ട്. കാരണം അവർ അപ്ലോഡ് ചെയ്തപ്പോൾ പലതിലും മ്യൂസിക് ഡയറക്ടറിൻ്റെ പേരൊന്നും വെച്ചിട്ടില്ല. അതാണ് അവരുടെ CD ഇറങ്ങുന്നതിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് പക്ഷേ അവരിപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ എല്ലാത്തിലും പേരെല്ലാം വെച്ച് അത് രണ്ടാമത് അത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ പുതിയ സീസൺ ഇപ്പോൾ ഞാൻ കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാത്തു 5. അപ്പോൾ അങ്ങനെയുള്ള കുറേ പാട്ടുകളും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളും ഒക്കെ ചെയ്യാനുള്ളൊരവസരം ഇതിലൂടെ ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഡ്രീംസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ വലിയ പ്രോജക്റ്റിലേക്കൊക്കെ എത്തിപ്പെടുക. എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണല്ലോ. നമ്മൾ വലിയ വലിയ സിനിമകൾ ഹിറ്റാവുന്ന സിനിമയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അത് ഒരു പരിധിവരെ ഭാഗ്യവും നമ്മുടെ കൂടെ നിൽക്കണമെന്നുള്ളതാണ്. അതാണ് അങ്ങനെയുള്ള പ്രോജക്റ്റിലേക്ക് എത്തിപ്പെടുക, വലിയ വലിയ ആൾക്കാരെ പരിചയപ്പെടാൻ ഉള്ള സാഹചര്യം ഉണ്ടാവുക, അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുക. റഹ്മാൻ സാറിനെ പരിചയപ്പെടണം എന്നെനിക്കൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊരിക്കൽ ശിവമണി സാറിൻ്റെ ഒരു പടത്തിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെട്ടാൽ എന്തെങ്കിലും ഒരിക്കൽ ഞാൻ ചെന്നൈ വരുമ്പോൾ ഒന്ന് പരിചയപ്പെടുത്തി തരണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നമുക്കിപ്പോൾ വിളിക്കാമല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അദ്ദേഹം ഫേസ് ടൈമിൽ വിളിച്ചു. ഏകദേശം രാത്രി 1 മണി 2 മണിക്ക് ആ ടൈമിലാണ്. അപ്പോൾ റഹ്മാൻ സാർ അപ്പുറന്ന് ഫോൺ എടുക്കുകയും ശിവമണി സാർ സംസാരിക്കുകയും എൻ്റെ ഇതാണ് ഫ്രണ്ടാണെന്നും പറഞ്ഞിട്ട് എനിക്ക് ഫോൺ തന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ കൈകാലം വിറച്ചു. ആ സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എപ്പോഴെങ്കിലും ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതെനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തെ പരിചയപ്പെടണമെന്നുള്ളത്. അതൊരിക്കൽ ആ രീതിയിൽ അങ്ങനെ സാധിച്ചു. അതുപോലെ രാജാ സാറിനെയും ഈ കഴിഞ്ഞ ഇടയ്ക്ക് ചെന്നൈയിൽ വെച്ചിട്ട് ഒരു പടത്തിൻ്റെ റീറെക്കോർഡിംഗ് ആയിട്ട് ഞാൻ ബന്ധപ്പെട്ട് പോയപ്പോൾ എനിക്ക് അദ്ദേഹത്തെ കാണാനും അനുഗ്രഹം മേടിക്കാനുള്ളൊരു അവസരവും ഉണ്ടായി. പിന്നെ എൻ്റെ വേറെ വലിയൊരു ഡ്രീം എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു കോറൽ, ഒരു സിംഫണി കൈൻഡ് ഓഫ്, അത് എനിക്ക്
ഒരെണ്ണം ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നല്ല രീതിയിൽ ഒരു 4 പാർട്സ് അറേഞ്ച്മെൻറ്റ്സും വലിയ ഓർക്കസ്ട്രയും ലൈവ് എല്ലാം കൂടെ ചേർത്തിട്ട്, അത് ഇപ്പം തുടങ്ങിയൊരു സ്വപ്നമല്ല, പണ്ട് തൊട്ടേ എൻ്റെ മനസ്സിലുള്ളതാണ്. അങ്ങനെ ഒരു വലിയൊരു ഷോ, അങ്ങനെ ഒരു ഷോ നമുക്ക് ഒരെണ്ണം ചെയ്യണം എന്നുള്ളത്. എന്നെങ്കിലും അങ്ങനെയുള്ളൊരു ഷോ ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പറഞ്ഞ പോലെ ഇനിയും ധാരാളം സിനിമകളുമൊക്കെ നല്ല സിനിമയുടെ ഭാഗമാകാൻ സാധിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇതേപോലെ അവാർഡ്സ്, നമ്മളെയൊക്കെ എല്ലാം ഒരു പ്രചോദനം തരുന്നത് അവാർഡ്സ് ആണല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് കഴിഞ്ഞ വർഷത്തെ ഫിലിം ക്രിട്ടിക്സ് അവാർഡ് എനിക്ക് കിട്ടിയിരുന്നു. നമ്മുടെ ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ മൂവിക്ക് വേണ്ടിയിട്ടായിരുന്നു. പൂവച്ചൽ ഖാദർ സാറിൻ്റെ അവാർഡ് അതേ സിനിമയ്ക്ക് എന്നെ ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് കിട്ടിയിരുന്നു. ആളൊരുക്കത്തിന് കിട്ടിയിട്ടുണ്ട്, തിലകൻ മെമ്മോറിയൽ ഫസ്റ്റ്, അദ്ദേഹത്തിൻ്റെ അവാർഡ്, ആ പേരിലുള്ള അവാർഡ് എനിക്കായിരുന്നു. മരക്കാറിൻ്റെ തമിഴിന് എനിക്ക് അവിടെ നിന്ന് അവാർഡുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് അവാർഡ്സ്, ഫോമ മലയാളി അസോസിയേഷൻ USA അവരുടെ അവാർഡ് എനിക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഇതെല്ലാം എനിക്ക് ഇതിൻ്റെ കൂടെ വന്നതാണ്. ഇതൊക്കെ ഇനിയും മുമ്പോട്ടുള്ള യാത്രയിൽ എനിക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നതാണ്. ഇനിയും നല്ല വർക്കുകൾ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ദാഹിക്കുന്നെന്നുള്ളം ദൈവമേ, സ്നേഹിക്കാൻ മാത്രം ഞാൻ ദാഹിക്കുന്നു. തേടുന്നു നിന്നെ ഞാൻ ദൈവമേ, കാണാതെ ഞാൻ എത്ര തേങ്ങിടുന്നു. ദാഹിക്കുന്നെന്നുള്ളം ദൈവമേ, സ്നേഹിക്കാൻ മാത്രം ഞാൻ ദാഹിക്കുന്നു. തേടുന്നു